അർജുനേന പരിഷക്തയമാഭ്യമഭിവാദിതഃ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ വൃദ്ധേഭ്യസ്യ യഥാർഹത മാനിതോ മാനയാമാസ ഗുരുസഞ്ജയ കൈകയാൻ സൂതമാഗധഗന്ധർവവന്ദിനശ്ചോപമന്ത്രിണഃ മൃദംഗശംഖപടഃ വീണാപണവഗോമുഖൈഃ ബ്രാഹ്മണാശ്ചാരവിന്ദാക്ഷം തുഷ്ടുവർനനൃതുർജഗുഃ ഏവം സുഹൃദ്ഭിപര്യസ്ഥഃ പുണ്യശ്ലോകശിഖാമണിഃ സംസ്തൂയമാനോ ഭഗവാൻ വേശാലങ്കൃതം പുരം സംസിക്തവർത്മകരിണമദഗന്ധതോയ ചിത്രധ്വജൈഃ കനകതോരണപൂർണകുംഭൈഃ മൃഷ്ടാത്മഭിർനവതുകൂലവിഭൂഷണസ്രഗന്ധൈർനിർഭിരുവതിഭിശ്ച വിരാജമാനം ഉദ്ദീപതദീപവലിഭി പ്രതിസദ്ദമജാലനിര്യാതധൂപരുചിരമിലസൽപതാകം മൂർധന്യഹേമകലശൈരജതോരുശൃംഗൈഃ ജുഷ്ടം ദദൃശഭവനൈഃ കുരുരാജധാമ പ്രാപ്തം നിശമ്യ നരലോചനപാനപാത്രം ഔത്സുക്യ വിശ്രദ്ധിതകേശദുകൂലബന്ധാഃ സദ്യോ വിസൃജ്യ ഗൃഹകർമ്മപദീംശ്ച തൽപേ ദ്രഷ്ടും യയുരിവദയ സ്മനരേന്ദ്രമാർഗേ തസ്മിൻ സുസങ്കുലൈഭാശ്വരഥദ്വിപദ്ഭിഃ കൃഷ്ണം സഭാര്യമുപലഭ്യ ഗൃഹാധിരൂഢാഃ നാര്യോ വികീരകുസുമൈർമനസോപഗുഹ്യ സുസ്വാഗതം വിദധൂരുൽസ്മയ വീക്ഷിതേന ഊജുസ്ത്രയപഥീം നിരീക്ഷ്യ മുകുന്ദപത്നീസ്ഥാരായഥോടുപസഹാക്കിമകാര്യമൂഭി യച്ചക്ഷുഷാം പുരുഷമൗലിരുദാരഃ സലീലാവലോകകലയോത്സവമാദനോതി തത്ര തത്രോപസംഗമ്യ പൗരമംഗളപാണയഃ ചക്രുസപര്യാം കൃഷ്ണായ ശ്രേണിമുഖ്യഃ ദൈനസഃ അന്തഃപുരജനൈഃ പ്രീത്യ മുകുന്ദഫുല്ലലോചനൈഃ സസംഭ്രമൈരഭ്യുവേദഃ പ്രാവിശൽ രാജമന്ദിരം പൃഥാവിലോക്യ ഭ്രാത്രയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാത്മോത്ഥായ പര്യങ്കാൽ സസ്നുഷാ പരിഷസ്വജേ ഗോവിന്ദം ഗൃഹമാനിയ ദേവദേവേശമാദ്രിത പൂജായാം നാവിതൽ കൃത്യം പ്രമോദോപഹതോ നൃപ പിതൃഷ്വസുർഗുരുസ്ത്രീണാം കൃഷ്ണചക്രേഭിവാദനം സ്വയം ച കൃഷ്ണയ രാജൻ ഭഗിന്യ ചാഭിവന്ദിത ശ്വശ്രുവാ സഞ്ജോദിത കൃഷ്ണകൃഷ്ണപത്നീശ്ച സർവശഃ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാമ്പവതീം തഥാ കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗനജിതീം സതീം അന്യാശ്ചാഭ്യാഗതായാസ്തു വാസസ്രംമണ്ഡനാദിഭിः സുഖനിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുക ആമാത്യം സഭാര്യം ച നവം നവം തർപ്പയിത്വ ഖണ്ഡവേന വഹിം ഫാൽഗുന സംയുതഃ മോചയിത്വമയമേന രാജ്ഞേ ദിവ്യാസഭാകൃതാ ഉവാസകതിജിന്മാസാൻ രാജ്ഞപ്രിയചികീർഷയാ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുനേന ഭടൈർവൃതഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ബ്രാഹ്മണൈഃ ക്ഷത്രൈർവൈശ്യൈഃ ഭ്രാതൃഭിശ്ച യുധിഷ്ഠിരഃ ആചാര്യൈഃ കുലവൃദ്ധൈശ്ച ജ്ഞാതിസംബന്ധിബാന്ധവൈഃ ശൃണ്വതാമേവ ചൈതേഷാമാഭാഷ്യതമുവാചഃ യുധിഷ്ഠിര ഉവാച ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനീഃ യക്ഷ്യേ വിഭൂതിർഭവതസ്ഥലസമ്പാദയേന പ്രഭോ ത്വൽപാദുകയാ വിരുതം പരീചരന്തി ധ്യായന്തി അഭദ്രനശന ശുചയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗമാശാസതേതിദാശിഷ ഈശനാന്യേ തദ്ദേവദേവ ഭവതശരണാരവിന്ദസേവാനുഭാവമിഹ പശ്യതി ലോകേഷ യേ ത്വാം ഭജന്തി ന ഭജന്ത്യുതോഭയേഷ നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സഞ്ജയാന ന ബ്രഹ്മണ സ്വപരഭേദമതിസ്തവസ്യാൽ സർവാത്മന സമദിശഃ സ്വസുഖാനുഭൂതേഃ സംസേവതാം സുരതരോരിവത്തെ പ്രസാദഃ സേവാനുരൂപമുദയോ ന വിപര്യോത്ര ശ്രീഭഗവാനുവാച സമ്യക് വ്യവസ്ഥിതം രാജൻ ഭവതാ ശത്രുകരിശന കല്യാണിയേന തേ കീർത്തിഃ ലോകാനുഭവിഷ്യതി ഋഷീണാം പിതൃദേവാനാം സുഹൃതാമപി ന പ്രഭോ സർവേഷാമപി ഭൂതാനമീപ്സിത ക്രതുരാടയം വിജിത്യ നൃപതീൻ സർവാൻ കൃത്വാ ജഗതീമശേ സംഭൃത്യ സർവസംഭാരാനാഹരസ്വ മഹാക്രതും ഏതേതേ ഭ്രാതരോ രാജൻ ലോകപാലാംശ സംഭവാഃ ജിതോസ്മി ആത്മവതാതേഹം ദുർജയോ യോഗൃതാത്മഭി ന കശ്ചിന്മൽപരം ലോകേ തേജസായശസാ ശ്രിയാ വിഭൂതിഭിർവാഭീഭവേൽ ദേവോപി കിമു പാർത്ഥിവഃ ശ്രീസുക ഉവാച നിശമ്യ ഭഗവത്ഗീതം പ്രീത ഫുല്ലമുഖാംബുജഃ ഭ്രാതരൻ ദിഗ്വിജയേ യുക്ത വിഷ്ണുതേജോപബൃംഹിതാൻ സഹദേവം ദക്ഷിണസ്യ മാദിശൽ സഹസ്രഞ്ജൈഃ ദിശി പ്രതീച്യാം നകുലമുദീച്യാം സവ്യസാജിനം പ്രാച്യാം മൃഗോദരമത്സ്യൈഃ കേകയൈഃ സഹമദ്രകൈഃ തേ വിജിത്യ നൃപാൻ വീരാജഹൃദിഗ്ഭ്യോജസാ അജാതശത്രവേ ഭൂരി ദ്രവിണം നൃപയക്ഷ്യതേ ശ്രുത്വാജിതം ജരാസന്ധം നൃപതേർധ്യായതോ ഹരിഃ ആഹോപായം തമേവാദ്യൂദ്ധവോയമുവാചഃ ഭീമസേനോ അർജുനകൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയഃ ജഗ്മുർഗിരിവർജം താത ബൃഹദ്രഥസുതോ യതഃ തേ ഗത്വാദിത്യവേലായം ഗൃഹേഷു ഗൃഹമേധിനം. ഭഗവാന് മനസ്സിലായി ഉദ്ധവന് എന്തെങ്കിലും ഒരു ആശ്രയം ആലംബനം വേണമെന്ന്. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ പാദുകങ്ങൾ കൊടുത്തു. ആ പാദുകം ശിരസിൽ വെച്ചുകൊണ്ട് വീണ്ടും ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആനന്ദ കണ്ണീരോട് ഭഗവാനെ നോക്കി 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 അവിടെ കൊണ്ടു ആ ഭഗവാന്റെ രൂപം ഉള്ളിലേക്ക് കണ്ണുകളിലൂടെ ഉള്ളിലേക്കാക്കി ആ ഭക്തൻ ബദരീനാഥത്തിൽ പോയി
ഭഗവാൻ ഉപദേശിച്ച മാതിരി ആ ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സുറപ്പിച്ച് മനസ്സ് ഭഗവാനിൽ ലയിച്ചപ്പോഴോ ഉദ്ധവനും ഭഗവത് സ്വരൂപം കൈവരിച്ച് ജീവൻമുക്തനായി കൃതകൃത്യനായി എന്നാണ്. പിന്നീട് അവിടെ ബ്രാഹ്മണശാപം ഉണ്ടായി. അവരൊക്കെ ഭഗവാൻ പറഞ്ഞിരുന്നു അവരോടൊക്കെ ഈ പ്രഭാത തീർത്ഥത്തിൽ പോയിട്ട് സൽക്കർമ്മം ചെയ്യാൻ. അവരൊക്കെ അവിടെ ചെന്നു സൽക്കർമ്മമൊക്കെ ചെയ്തു. രാത്രിയായപ്പോൾ അവർക്ക് കള്ളു കുടിക്കണം തോന്നി. അങ്ങനെയൊക്കെ വേണമല്ലോ, നശിക്കാൻ കാരണം വേണമല്ലോ. അങ്ങനെ വിവേകമൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങടും ഇങ്ങടും വെട്ടും കുത്തുമായി പരസ്പരം തല്ലി മരിച്ചു. ബലരാമസ്വാമി തൻ്റെ ധ്യാനത്തിൽ ദേഹത്തെ ഉപേക്ഷിച്ചു. ഭഗവാനും മഹാവിഷ്ണു സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഒരാൾത്തറയിലിരിക്കുമ്പോൾ ആ ചെറിയ ആ ഇരുമ്പലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് രാഗി പൊടിച്ച് കടലിട്ടില്ലേ, അതിന് ചെറിയൊരു കഷ്ണം ഒരു വേടൻ്റെ അമ്പിൻ്റെ തുമ്പത്ത് കൂടിയുണ്ടായിരുന്നു. ഒന്ന് അങ്ങനെ തയ്യാറായിണ്ടായിരുന്നു. ആ വേടൻ ഇങ്ങനെ നായാട്ട് നടത്തി നടക്കുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിലൂടെ ഭഗവാന്റെ കാലിൻ്റെ ഉള്ളനടി കണ്ടപ്പോൾ അതവന് തോന്നി മാനിൻ്റെ മുഖമാണ് തോന്നി. അമ്പിട്ടു മാനാഞ്ചിട്ട് മാനിനെടുക്കാൻ അവൻ ഓടി വരുമ്പോഴോ അത് തറച്ചു കൊണ്ടത് ഭഗവാന്റെ ഉള്ളംകാലിൽ. ഈ ഭഗവാനെ ശംഖചക്ര കഥാപത്മങ്ങൾ ധരിച്ച് ആ ദിവ്യമായ തേജസ്സിനടുക്ക് പുഞ്ചിരി തൂകിക്കൊണ്ട് ആനന്ദസ്വരൂപനായി ആത്മാരാമനായിരിക്കുന്ന ആ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ അവൻ പശ്ചാത്താപവിഷനെ കാൽക്ക വീണു, പൊട്ടിക്കരയണു. ഭഗവാനെ, മഹാപാപി, ദുഷ്ടൻ, നീചൻ, എന്നെ ശിക്ഷിക്കൂ, ഞാനിങ്ങനെ കടും കൃത്യം ചെയ്തു പോയില്ലോ എന്ന് മാനാച്ചിട്ട് അമ്പെയ്താണെന്ന്. ഭഗവാൻ പറഞ്ഞു, വേടാ, ഇത് നിൻ്റെ സങ്കല്പമല്ല, ഇതെൻ്റെ സങ്കല്പം. ഈ ബ്രാഹ്മണ ശാപത്തിലൂടെ ഈ ദേഹത്തെയും ഉപേക്ഷിക്കണം ഞാൻ വിചാരിച്ചതാ. അതുകൊണ്ട് എൻ്റെ സങ്കല്പത്തെ സഫലമാക്കാൻ, നീ പൂർത്തിയാക്കാൻ നീ പ്രവർത്തിച്ചുകൊണ്ടോ നിനക്ക് സുകൃതികൾക്കുള്ള ആ ദിവ്യലോകത്തരികയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ദിവ്യ വിമാനം ഇറങ്ങി വന്നു. ഈ വേടനെ അതിലേക്ക് എത്തി. വേടൻ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. കണ്ടോ, പിറന്ന് വീണ സമയത്ത് കാളകൂടെ വിഷം അമ്മ പാല് കൂട്ടണമാതിരി ഊട്ടിക്കൊല്ലാൻ വന്ന ആ പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തു വൈകുണ്ഠം, ഭഗവത് പ്രാപ്തി, ഭഗവത്ഗതി. കണ്ടോ, അവസാനം കാലിൽ കൂരമ്പെയ്ത വേടനും ഭഗവാൻ തൻ്റെ ആ പരമഗതി സൽഗതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവതാരത്തെ, കൃഷ്ണാവതാരം പോലെ ഒരു അവതാരം ഉണ്ടായിട്ടോ? അങ്ങനെയൊക്കെ നമ്മൾ കൃഷ്ണനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ സ്നേഹിച്ചാൽ, ആത്മാർത്ഥമായി ഭജിച്ചാൽ എന്താ കിട്ടാത്തത് പറയൂ? അതാ ചോദിക്കണേ. പിന്നീട് ഇവരൊക്കെ കൊട്ടാരത്തിൽ അറിഞ്ഞു ഭഗവാന്റെ വസുദേവദേവന്മാരൊക്കെ ഭഗവാനെ ധ്യാനിച്ച് അപ്പം തന്നെ ദേഹം വിട്ടു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊണ്ട് അർജുനൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് അർജുനനെ തോൽപ്പിച്ചു കാട്ടാളന്മാർ. അപ്പോഴാണ് അർജുനന് ഭഗവാൻ പോയതോടുകൂടി എൻ്റെ കഴിവൊക്കെ പോയി എന്ന് മനസ്സിലായി. പ്രാണം പോയ ശരീരത്തിന് ജീവനില്ലാത്ത, പ്രവർത്തിക്കാൻ പറ്റാത്ത മാതിരി. അതോടുകൂടി ആ അർജുനനും അഹങ്കാരമൊക്കെ പമ്പ കിടന്നു. പശ്ചാത്താപവിവശനായി ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിച്ചപ്പോൾ മനസ്സ് ശുദ്ധമായി. അപ്പോൾ യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ഉപദേശിച്ച നീ ആത്മാവാണിടാ എന്നുള്ള ബോധം അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം ജീവൻ മുക്തനായി കൃതാർത്ഥനായി. അത് കേട്ട് പരീക്ഷത്തെ, കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിനോട് പറയുക ശുകാചാര്യൻ, പരീക്ഷത്തെ, അങ്ങേ രാജാവാക്കി വാഴിച്ച് അങ്ങയുടെ മുത്തശ്ശന്മാരും ഏകാന്തമായ ഹിമവൽ പാർശ്വത്തിൽ പോയി ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ധ്യാനിച്ച് മനസ്സ് ചേർത്ത് അവരും ഭഗവാനെ പ്രാപിച്ച് സൽഗതി അടഞ്ഞു മുക്തരായി തീർന്നു. നീ എന്താ കേൾക്കേണ്ടത്? പിന്നീട് ഭഗവാൻ അദ്ദേഹത്തിന് ബ്രഹ്മോപദേശം കൊടുത്തു. ഞാൻ കുറേ കഥകളൊക്കെ അങ്ങോട്ട് ഇതിനകം പറഞ്ഞു തന്നു അല്ലേ? കഥ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കഥയ്ക്ക് വേണ്ടിയിട്ടല്ല കഥ പറഞ്ഞത്. ഈ കഥകൾ കേട്ടാൽ മനസ്സിലാവും, ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയിട്ടും അതിലൊന്നും സുഖവും സമാധാനവും കാണാത്ത രാജാക്കന്മാർ, ആ ചെറിയ ആൾക്കാർ വിവേകം കൊണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതിൻ്റെ നശ്വരത മനസ്സിലാക്കി ഏകാന്തമായ ആ സ്ഥലത്ത് പോയി ഭഗവാനെ ധ്യാനിച്ച് ആശ്രയിച്ച് ഭഗവാനെ അടഞ്ഞ് മുക്തരായി. അല്ലാത്ത ആൾക്കാരൊക്കെയോ ഈ രാജ്യങ്ങളും ഈ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും കൃതാർത്ഥരാവാതെ ദുഃഖിയായി ജീവിതം ലക്ഷ്യം അറിയാതെ ചത്തുപോയി ഇല്ലേ? ഇത് കേട്ടാൽ നമുക്ക് വേഗം ഉണ്ടാവും. ഈ നശ്വരമായ പ്രപഞ്ച വസ്തുക്കൾക്ക് വേണ്ടിയിട്ടല്ല ഈ വിലപ്പെട്ട ജീവിതം തുലയ്ക്കേണ്ടത്, നശിപ്പിക്കേണ്ടത് എന്ന് തോന്നും. അതിനോടൊക്കെ വിരക്തി വരും. മനസ്സിലായോ? പിന്നെയോ ശാശ്വതനായ ആ സത്യത്തെ അറിഞ്ഞ് ഭഗവാനെ അടയാനാണെന്ന് ആ വിവേക വിജ്ഞാന വിവക്ഷയ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞത്. പിന്നെയോ ഭഗവാന്റെ അവതാരത്തെയും ഭഗവാന്റെ ലീലകളെയും പറഞ്ഞല്ലോ, അതാണ് പരമാർത്ഥം. ഭഗവാൻ മാത്രമേ പരമാർത്ഥമായി സത്യമായിട്ടുള്ളൂ. ആ കഥകൾ കേട്ടാൽ ഭക്തി ഉണ്ടാവും, മനഃശുദ്ധി ഉണ്ടാവും, മുക്തി ഉണ്ടാവും. ഇതാണ് ഐഡിയ. പിന്നീട് കലികാല ദോഷങ്ങൾ, ഭഗവാൻ പോയ അന്ന് കലി ആരംഭിച്ചുല്ലോ. ഭഗവാൻ മരണോടുകൂടി കലി പോകും. നോക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് കലി, ഭഗവാന്റെ സ്മരണ പോയാൽ അവിടെ കലി വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. വീണ്ടും ഭഗവാന്റെ സ്മരണ തിരിച്ചു കൊണ്ടാലോ പിന്നെ കലിക്ക് അവിടെ നിലനിൽപ്പില്ല. മനസ്സിലായോ?
കഥയിൽ കൃഷ്ണൻ മറഞ്ഞ അന്ന് കലി വന്നു ആരംഭിച്ചു. ഇനി ഭഗവാൻ വീണ്ടും കൃഷ്ണനായി വന്ന ഭഗവാൻ കൽക്കിയായി അവതരിക്കുന്നതോടുകൂടി കലികാലം കഴിഞ്ഞു. കലിയെ നിഗ്രഹിച്ച് പിന്നെ ഭഗവാൻ കൃതയുഗം സ്ഥാപിക്കുന്നതാണ്. അതിനിപ്പോൾ 1,00,000-ഓളം കാലം കാത്തിരിക്കണ്ടേ കലികാലം കഴിയാനേ? നമുക്കത് വേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോൾ ഈശ്വരസ്മരണ പോകുമോ അപ്പം എല്ലാവിധ വിഷയസ്മരണകളുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ വീണ്ടും ഭഗവത് സ്മരണ ഉള്ളിൽ കൊണ്ടുവരിക. ഭഗവത് സ്മരണ ഉള്ളിൽ നിന്ന് പോകാണ്ടിരിക്കാൻ നോക്കുക. പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം കലി നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ അപ്പം കൃതയുഗം ഉണ്ടാവും.